അദ്ദേഹം പറഞ്ഞ ഒന്നിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമുദായിക നേതാക്കന്മാർക്ക് അവരുടെ സമുദായത്തിൻ്റെ അവകാശങ്ങളെപ്പറ്റി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഹനിക്കപ്പെട്ടാൽ അതിന് കാരണക്കാരായിട്ടുള്ളവരെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അനാവശ്യമായി മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ഒരു സമുദായത്തിനും സ്വാതന്ത്ര്യമില്ല. അങ്ങനെ അധിക്ഷേപിച്ചാൽ അവർ വിമർശിക്കപ്പെടും. അത് ആ വിമർശിക്കുന്നവരെയാണ് വിമർശിക്കുന്നത്, അല്ലാതെ സമുദായത്തിനെയല്ല. ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിനെക്കുറിച്ചാണല്ലോ ഇപ്പോൾ ഒരു വിവാദം വന്നിട്ടുള്ളത്. ആ വിവാദം ഉണ്ടാക്കിയ ഞങ്ങളല്ല. ശ്രീ ബിനോയ് വിശ്വമാണ് പറഞ്ഞത്, വെള്ളാപ്പള്ളിയെ കണ്ടാൽ ഞങ്ങൾ കൈകൂപ്പും, കൈ കൊടുക്കും, ടാറ്റ പറയും, കാറിൽ കയറ്റില്ല. അതാണല്ലോ വിവാദം ഉണ്ടായത്. ഏതായാലും ബിനോയ് വിശ്വം ഒരു ഈഴ വിരോധിയാന്ന് പറയില്ലല്ലോ. ബിനോയ് വിശ്വം ആയതുകൊണ്ട് വി ഡി സതീശനോ മറ്റോ പറയുമ്പോഴല്ലേ ജാതിയുടെ വേർതിരിവ് വരുള്ളൂ. ഇപ്പോൾ ബിനോയ് വിശ്വമാണ് ആദ്യം വിമർശിച്ചത്. ഞങ്ങൾ ശ്രീ വെള്ളാപ്പള്ളിയെ വിമർശിച്ചതിൻ്റെ കാരണം അദ്ദേഹം മലപ്പുറം ജില്ലയെ പറ്റി അധിക്ഷേപിച്ചു, മുസ്ലിം സമുദായത്തിനെക്കുറിച്ച് അധിക്ഷേപം പറഞ്ഞു. അത് അദ്ദേഹത്തിനെ പോലെ പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അല്ല, സമുദായ സംഘടനകൾ തമ്മിൽ ഐക്യം ഉണ്ടാകുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് സാമുദായിക സംഘർഷം ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് ഒട്ടും ദോഷമുണ്ടാവില്ല. കാരണം സമുദായ നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും സമുദായ അംഗങ്ങൾ അത് നോക്കി വോട്ട് ചെയ്യുന്നവരല്ല. നേരെ മറിച്ച് അവരുടെ നേതാക്കന്മാരെ അധിക്ഷേപിച്ചാൽ അവരത് സഹിക്കില്ല എന്ന് വിചാരിച്ച്, ഇപ്പോൾ പണ്ട് പിണറായി വിജയൻ ബിഷപ്പിനെ നിർകൃഷ്ട ജീവി എന്ന് വിളിച്ചപ്പോൾ ശക്തമായിട്ട് ആ സമുദായങ്ങൾ പ്രതികരിച്ചു. നേരെ മറിച്ച് ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യണമെന്ന് ഏത് സമുദായ നേതാവ് പറഞ്ഞാലും അത് അണികൾ കേൾക്കില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷം ഭയമില്ല. ഇപ്പോൾ ഏതായാലും ശ്രീ വെള്ളാപ്പള്ളി തന്നെ ഇലക്ഷന് ശേഷം നമുക്ക് കാര്യങ്ങൾ കാണാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. മറ്റേത് മൂന്നാമതും പിണറായി വരുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ മൂന്നാമതും പിണറായി വരുമെന്ന് പറഞ്ഞ ശ്രീ വെള്ളാപ്പള്ളി ഇപ്പോൾ ഇലക്ഷൻ കഴിയട്ടെ പിന്നെ നമുക്ക് നോക്കാമെന്ന് പറയുമ്പോൾ വരില്ല എന്നുള്ള ധാരണ അദ്ദേഹത്തിലും കടന്നുകൂടിയിരുന്നു. ഞങ്ങൾക്ക് പാർട്ടി നിലപാടുണ്ട്. പാർട്ടി നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ സമുദായ നേതാക്കന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഞങ്ങൾ നോക്കാറില്ല. ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് അന്ന് ഇന്നൊന്നുമില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഭയമില്ല. സമുദായ നേതാക്കന്മാർ ഞങ്ങളൊരു സമുദായത്തിനെതിരല്ല. എന്നാൽ സമുദായ ഐക്യത്തിന് കോട്ടമുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നാൽ ഞങ്ങൾ അതിനെതിർക്കും. ഇപ്പം തന്നെ ഞാൻ പറയാം, ശ്രീ കാന്തപുരത്തിൻ്റെ യാത്ര വളരെ നല്ല രീതിയിൽ അദ്ദേഹം സംഘടിപ്പിച്ചു. ഒരു സമുദായ ഐക്യത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായി. അവിടെ പോയിട്ട് മാറാട് പറഞ്ഞ് കുളം കലക്കാൻ നോക്കിയത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിന് നല്ല മറുപടിയും കൊടുത്തു. അതിൽ അദ്ദേഹം തന്നെ, ശ്രീ കാന്തപുരം തന്നെ പറഞ്ഞു, ഇത് ഒരു രാഷ്ട്രീയ വേദിയാക്കേണ്ടിയിരുന്നില്ല. ആരാ വേദിയാക്കിയത്? ഇനി ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ മാറാടിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. ഈ കലാപം ഉണ്ടായ കാലത്ത് മാറാട് കടന്നു അവിടെ ചെന്ന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ A.K. ആൻ്റണിയും മുൻ മുഖ്യമന്ത്രി K. കരുണാകരനൊക്കെ അവിടെ സന്ദർശിച്ചു. ആ രണ്ട് വിഭാഗങ്ങളും അവരെ നേതാക്കന്മാരെ സ്വീകരിച്ചു. ഒരാൾക്ക് മാത്രമേ അവിടെ കാലെടുത്ത് കുത്താൻ കഴിയാതിരുന്നിട്ടുള്ളൂ. ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനെയാണ് നാട്ടുകാർ കൂവി വിളിച്ചോടിച്ചത്. മാറാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഞങ്ങൾക്കും പറയാനുണ്ട്. സാമുദായിക നേതാക്കൾ പറയുന്ന കാര്യം ജനങ്ങളെ സ്വാധീനിക്കില്ല. കാരണം വെള്ളാപ്പള്ളി ഇന്നലെ പറഞ്ഞത് നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കാൻ പോവുകയാണ്. UDF ആണ് SNDP NSSനെയും തമ്മിലടുപ്പിച്ചത്. അത് വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമല്ലേ? അദ്ദേഹം പറഞ്ഞ് സ്വാധീനിച്ചിട്ടാണ് ജനം വോട്ട് ചെയ്യുന്നതെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്തിൽ ഞങ്ങൾ ജയിക്കും. എന്തൊക്കെ പറഞ്ഞു ഞങ്ങളെക്കുറിച്ച്.
വി ഡി സതീശനെ കുറിച്ച് മാത്രമല്ല മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെ അധിക്ഷേപിക്കുകയും കോൺഗ്രസ് നേതാക്കന്മാരാരും എൻ്റെ വീട്ടിൽ വരണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ജയിച്ചില്ലേ? വെള്ളാപ്പള്ളി ഒരു തെരഞ്ഞെടുപ്പ് ഘടകമേ അല്ല. ഞാൻ പറയാം, ഒരു വ്യക്തിയെ നമ്മൾ വിമർശിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രവൃത്തിനെയാണ് വിമർശിക്കുന്നത്, അല്ലാതെ വ്യക്തിയുടെ ജാതിനെയല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർക്കും ആരെയും വിമർശിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പം ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ അപ്പം ഞാനൊരു ഈഴ വിരോധിയാവൂ? മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചാൽ അദ്ദേഹം ഒരു നായർ വിരോധിയാവൂ? അപ്പോൾ ഈ വിമർശനങ്ങളെ ജാതി മതമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.